ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളുടെ അദ്വൈത ദീപികയിൽ അവനവനെക്കുറിച്ചുള്ള ജ്ഞാനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് നൽകുന്ന ഉദാഹരണങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, അതിനെന്തുമാത്രം പ്രസക്തിയുണ്ട്, ഇതൊക്കെ നമ്മൾ ചേർത്ത് വച്ച് പഠിക്കേണ്ടതാണ്. 5-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുകയാണ്, ആരാൽ വിളക്കരികയില്ല, പിശാജ് ഇത് അന്ധകാരം, ഭയന്നവന് ഇരുട്ട് പിശാജ് പോലെ. അപ്പോൾ അടുത്തിരിക്കുന്ന വിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. ആ വിളക്ക് എരിയുന്നില്ലെങ്കിൽ ആ ഇരുട്ടത്ത് ഇരുട്ടിനെ തന്നെ നമുക്കൊരു പിശാചായിട്ട്, അപ്പോൾ ആ പിശാച് നമ്മളെ ഉപദ്രവിക്കുമെന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള അറിവ് നമ്മളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടില്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാലോ അവ്യക്തമായിട്ടുള്ള എന്തെങ്കിലും രൂപങ്ങൾ കണ്ടാലോ നമ്മൾ ഭയപ്പെടും. പിശാജ് ഇത് അന്ധകാരം, ഭയന്നവന് ഇരുട്ട് പിശാജ് പോലെ. അപ്പോൾ ഈ ഭയമുള്ളവനെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെ ഭയം ഈ പിശാചിനെയും അതുപോലെയുള്ള ഒക്കെ തന്നെ കാണുന്നത്. അതായത് അറിവില്ലായ്മയിൽ, അന്ധകാരത്തിൽ നമുക്ക് അവ്യക്തമായിട്ട് കാണുന്നതൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് ഭയപ്പെടേണ്ടതായി വരില്ല, നമുക്ക് ഭ്രമമുണ്ടാകില്ല. നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ വെറുതെ ജീവിക്കുകയല്ല, നമ്മൾ സുഖ സ്വരൂപന്മാരായി ആനന്ദമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ജാഗ്രത അവസ്ഥയിൽ അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയിൽ ഒക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന പിശാചിനെ പോലെയും രാക്ഷസന്മാരെ പോലെയും ഒക്കെ പേടിപ്പെടുത്തുന്ന പലതിനെയും നമ്മൾ കാണുന്നത് അവ്യക്തമായിട്ടുള്ള ചില സന്ദർഭങ്ങളിലാണ്. അതായത് ഇരുട്ടിൻ്റെ ആ ലാഞ്ചനയുള്ളപ്പോഴാണ്. ശുദ്ധമായിട്ടുള്ള പ്രകാശമിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഈ ലോകം അങ്ങനെ ഭയപ്പെടേണ്ട ഒന്നല്ല തീർച്ചയായിട്ടും. ഇപ്പോൾ ഭയപ്പെടുന്നത് നമ്മുടെ ഭ്രമം കൊണ്ട്, മായ കൊണ്ട്, അവിദ്യ കൊണ്ട് ഒക്കെയാണ്. ഇതിനെ മാറ്റിയെടുക്കുവാൻ നമ്മൾ അന്വേഷണം മാത്രമേ ഒരു പോംവഴിയുള്ളൂ. നിരന്തരമായിട്ടുള്ള അന്വേഷണം, അറിവ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് പലതിനെയും നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിരന്തരമായിട്ടുള്ള വിചാരം പറയുന്നു, വിചാരാദന്യസാധനൈഹി തത്വബോധോന ജായതേ. ഈ വിചാരം ചെയ്യുക, വിശകലനം ചെയ്യുക, ഓരോന്നിനെയും നമ്മൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണി പൊരുളൊടുക്കുക, അല്ലെങ്കിൽ നേതി ഇങ്ങനെയുള്ള ആ ടെക്നിക്കല്ലാതെ നമുക്ക് ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, ഈ അറിവില്ലായ്മയിൽ നിന്ന്, ഈ ഇരുട്ടിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് വരാൻ സാധ്യമല്ല. പലപ്പോഴും ഈ അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ തന്നെ പെട്ടുപോവുകയാണ്. നമുക്കതിൻ്റെ അപ്പുറത്തേക്ക് വെളിച്ചമുള്ള ഒരു ലോകത്തെക്കുറിച്ച് കേൾക്കാത്തത് കൊണ്ടും, ഇനി അഥവാ കേട്ടാൽ അതിൻ്റെ മഹാത്മ്യം മനസ്സിലാകാത്തത് കൊണ്ടും നമ്മൾ ഈ ഇരുട്ടിൽ തന്നെ കിടന്നു പോകും. അതുകൊണ്ടാണ് മായ, മഹാദേവനും മായയിൽപ്പെട്ടിരിക്കുന്ന ചിത്രം എന്ന് ഗുരു കാളിനാടകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ത്രിമൂർത്തികൾ ഉൾപ്പെടെ അതിലേറ്റവും വിരക്തിയുള്ള ശ്മശാനവാസിയായിട്ടുള്ള ആളാണ് ശിവൻ. ആ ശിവൻ ഉൾപ്പെടെ എന്താണ് ഈ മായയിൽപ്പെട്ടിരിക്കുന്നു എന്ന് ചിത്രം പറയുകയാണ്. അപ്പോൾ ദേവന്മാരുൾപ്പെടെ
അപ്പോൾ മഹാദേവനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മറ്റെല്ലാ ദേവന്മാരും അതിനകത്ത് വരികയാണ്. അതുകൊണ്ടാണ് ദേവതകൾ എപ്പോഴും ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾക്ക് താഴെയായിരിക്കും. ഈ ആത്മസാക്ഷാത്കാരം നേടിയ അവർക്ക് മാത്രമാണ് ഈ മായയെ നമുക്ക് അതിവർത്തിക്കുവാനായിട്ട്, അതിജീവിക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള വിദ്യ, അനുഭവം ഉള്ളത്. മറ്റുള്ളവർ മായയിൽപ്പെട്ട് കിടക്കുകയാണ്. ദേവന്മാരുൾപ്പെടെ അവർ മായയിലാണ്. അവർ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സംതൃപ്തരാണ്. പക്ഷേ ക്രമേണ ഈ അവരുടെ പുണ്യം തീർന്നു കഴിയുമ്പോൾ അവർക്കും മനുഷ്യലോകത്തേക്ക് വരേണ്ടി വരികയാണ്. അപ്പം അത്രമാത്രം സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ സങ്കീർണമാണ് നമ്മുടെ കർമ്മ നിയമങ്ങൾ. ആ കർമ്മ നിയമങ്ങളെ ഒക്കെ നമുക്ക് വിശകലനം ചെയ്തുകൊണ്ട് ശരിയായ ദിശാബോധം നൽകുന്നവരാണ് ശരിക്കും മഹർഷിമാർ. ആ മഹർഷിമാരുടെ വാണികളെ നമ്മൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് ജീവിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനൊക്കെ നമുക്ക് സാധിക്കണം. നമ്മളുടെ അടുത്ത തലമുറയും അറിവുള്ളവരായിട്ട് മാറണം. അതിന് ഇന്ന് ഉള്ള മാതാപിതാക്കൾ അവരെ ആ രീതിയിൽ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടുന്ന അറിവുകൾ പകർന്നു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് അവരിൽ മാനസികമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത്. ആ ശുദ്ധീകരണ പ്രക്രിയയിലാണ് ഈ മനുഷ്യൻ തേടുന്ന എല്ലാ പ്രക്രിയകളുടെയും ഉത്തരം അടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ നോക്കാം. ഈ ഭ്രമം വിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏവർക്കും നമസ്കാരം.